ചില യാത്രകൾ നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. മോൾക്ക് ഒരുപാട് ആഗ്രഹമാണ്. അവൾ ഒരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗുരുവായൂരിലേക്കൊരു യാത്ര പോകണം, ഗുരുവായൂരപ്പനെ ഒന്ന് കാണണമെന്ന്. ഒത്തിരി നാളത്തെ അവളുടെ ആഗ്രഹമാണ്. ഞങ്ങളും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പലതവണ തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തതിന് ശേഷം അത് മുടങ്ങാനിടയായി. അപ്പോൾ ഈ പ്രാവശ്യം ഒരു കല്യാണത്തിന് ക്ഷണമായിട്ടാണ് ഗുരുവായൂരപ്പൻ അവളെ അവിടേക്ക് വിളിച്ചത്. അപ്പോൾ അങ്ങനെ അത് 2 ദിവസത്തിൻ്റെ ഗ്യാപ്പ് മാത്രമുള്ള സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അവൾക്കൊരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഭഗവാൻ തീരുമാനിച്ചത് ഇപ്പോഴായിരിക്കാം അവളെ അവിടെ എത്തിക്കാൻ. അതുകൊണ്ടായിരിക്കാം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും അതെല്ലാം ഞങ്ങൾക്ക് തടസ്സമായിട്ട് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. അതായിരിക്കാം സമയം. അതാണ് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഏത് കാര്യമാണെങ്കിലും അവിടുന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ. എപ്പോഴാണ് അവിടേക്ക് ദർശനം ചെയ്യേണ്ടത്, എന്നെ വന്ന് നീ കാണണമെന്ന് പറയുന്നത്, അപ്പോഴാണ് അവിടെ വന്ന് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കല്യാണം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഭഗവാനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലെന്നൊക്കെ, ഒരുപാട് തിരക്കുണ്ടാവും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കല്യാണമൊക്കെ എല്ലാം കഴിഞ്ഞു. വരനെയും വധുവിനെയൊക്കെ ഞങ്ങൾ അങ്ങനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങളവിടെ എല്ലാം നടന്ന് കണ്ടു. അപ്പോൾ ഈ ലാസ്റ്റിൽ ഈ അമ്പലക്കുളത്തിൻ്റെ അവിടെ വരുമ്പം അവിടെ ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടാകുമെന്ന് അറിയില്ല. അത് മഹാദേവൻ നേരിട്ട് വന്ന് ഞങ്ങളെ ക്ഷണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ അതിനെപ്പറ്റിയൊന്നും. അപ്പോൾ ഒരു സന്യാസി പോലെ ഒരു വൃദ്ധനായ ഒരാൾ താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്, കാവ്യമൊക്കെ ഇട്ടിട്ട് കഴുത്തിൽ രുദ്രാക്ഷമുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ഞങ്ങളോട് ചോദിച്ചു, ആദ്യമായിട്ടാണോ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ മമ്മിയൂർ മഹാദേവ ക്ഷേത്രമുണ്ട് ഇവിടെ അടുത്ത്, കുറച്ച് ദൂരമേ ഉള്ളൂ, നിങ്ങളൊന്ന് പോയി ദർശിച്ചിട്ട് പോ എന്ന് എന്നോട് പറഞ്ഞു. സത്യം, എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ട ഉടനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് മഹാദേവൻ തന്നെ എന്നെ ക്ഷണിച്ചതാണോ എന്ന് പോലും എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ഭഗവാന്റെ കൈപിടിച്ച ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഭഗവാന്റെ തീരുമാനം പോലെയാണ് നടക്കുന്നത്. കാരണം ഞാൻ ഭഗവാന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തതിന് ശേഷം ഭഗവാൻ ആഗ്രഹപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോന്നും നടക്കുന്നത്. കാരണം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും പ്രശ്നങ്ങളും അപമാനങ്ങളും കഷ്ടങ്ങളും ഒന്നും അത്രയ്ക്ക് ഇതാണ്. കാരണം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതേമാതിരി ഒരു മാറ്റം, അമ്പലങ്ങളിൽ ക്ഷണിക്കാതെ തന്നെ അദ്ദേഹത്തിന് വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഒരു മാറ്റങ്ങളൊക്കെ കൊടുത്തതിൻ്റെ മഹാദേവനാണ്. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്നുള്ള ആ ഒരു പഴയ കാലത്തെ ആ സ്നേഹം എനിക്ക് തിരിച്ച് കിട്ടിയത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ അംഗീകരിച്ചതുപോലെ തന്നെ അദ്ദേഹവും അംഗീകരിച്ചത്. അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ, മമ്മിയൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. മഹാദേവൻ തന്നെ ഞങ്ങൾക്ക് അവിടെ വന്ന് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. ഞാനങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഭഗവാനോടൊന്നും ആവശ്യപ്പെട്ടില്ല. ഇവിടെ വന്ന് ഭഗവാനെ, എനിക്കിവിടെ വരാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദി മാത്രം ഭഗവാനെ ഞാൻ അർപ്പിച്ചത്. എൻ്റെ ഒരു ആവശ്യങ്ങളും അത് ഞാൻ ഭഗവാന്റെ കൈപിടിച്ച കാലം മുതൽ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആവശ്യങ്ങൾ ഞാൻ ഭഗവാനോട് പറയുന്നില്ല, അവിടുത്തെ ഇഷ്ടം പോലെ നടക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ഗുരുവായൂർ വന്നാൽ ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. അപ്പോൾ മാത്രമാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. ഭഗവാൻ തന്നെ ഗുരുവായൂരിൽ വന്ന് ഭഗവാൻ എന്നെ ക്ഷണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ വന്ന് ഞാൻ ദർശനം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതെല്ലാം നമ്മൾ അംഗീകരിക്കണം. അതിനെയെല്ലാം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇതെല്ലാം നമ്മൾ ചെയ്ത കർമ്മഫലമാണെന്നുള്ളത് കണക്കാക്കി അതെല്ലാം ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ മനസ്സിൽ കരുതി അതെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായ രക്ഷപ്പെടൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട്
ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയാണെന്ന് വിചാരിച്ച് പെടുന്നവരോട് ഞാൻ ഒന്നേ പറയാനുള്ളൂ, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക, എല്ലാം അവിടുത്തെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അനുഭവിക്കുന്നതെല്ലാം എൻ്റെ കർമ്മഫലങ്ങളാണ് എന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക, ഒരു സമർപ്പണം, ഒരു ശരണാഗതിയിലേക്ക് വരിക. നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. ജീവിതം അത്രയ്ക്ക് ഈസിയായിട്ട് മാറും. അത് എപ്പോഴും പ്രപഞ്ചത്തിന് നന്ദി പറയുക. ഈ പ്രപഞ്ചനാഥനാണ് മഹാദേവൻ. ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും നന്ദി പറയുക. അപ്പോൾ മാത്രമാണ് ഭഗവാൻ നമ്മളെ ഏറ്റെടുക്കുന്നത്. അതുമാത്രമാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മമ്മിയൂർ ക്ഷേത്രം ദർശിച്ചിട്ട് വരിക. ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിന് ഇപ്പോഴും നന്ദി പറയുക കേട്ടോ. നിങ്ങൾക്ക് വരുന്ന എല്ലാത്തിനും നന്ദി പറയുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിലെല്ലാം ദർശനം ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു. പ്രപഞ്ചനാഥനായ മഹാദേവൻ എപ്പോഴും നമ്മളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മൾ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ജെറ്റ് വിമാനത്തിൻ്റെ വേഗതയിൽ നിങ്ങളുടെ ജീവിതവും ഉയരങ്ങളിലേക്ക് എത്താൻ മഹാദേവൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.